ഹായ് ഗോൾഡൻ ടെസ്റ്റ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോൾഡൻ ടേസ്റ്റി. ഓക്കെ, ഇന്ന് ഞാൻ നല്ലൊരു എന്നാ പറയുക, ഒരു തൈര് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് ഈ കുറച്ച് കാന്താരിമുളക്. ഇത് കാക്ക അതൊക്കെ തിന്ന് തീർത്ത് അവർക്കൊന്നും വേണ്ടാതായി കഴിഞ്ഞതിന് ശേഷം എടുത്ത കാന്താരിമുളകാണ്. കാരണം ഇവിടെ ഞാനും കുറേയൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതിന് വലിയ ചിലവ് എനിക്കില്ല. ഇങ്ങനെയൊക്കെ ഓരോ ചിലവുകൾ കുറച്ച് ദിവസമായി ഒരു ചമ്മന്തി അരക്കണമെന്ന് ഞാനങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ പിന്നെ അത് തിന്നാനുള്ള ആ ചമ്മന്തി കൂട്ടി കഴിക്കാനുള്ള സംഭവം ഉണ്ടാക്കിയെങ്കിൽ ഈ ചമ്മന്തി ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാനതിന് കാത്തിരുന്നത്. ചോറ് കഴിക്കാം, പക്ഷേ അതിലും കൂടുതൽ ഭംഗിയായിട്ട് കഴിക്കുന്ന സാധനം വേറെയാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ എടുക്കുന്നത് ഈ ഉള്ളിയാണ്. ഇത് ഇത്രയും മുളക് ഞാനെടുത്തു, ആ കൂടി ഈ ഉള്ളി എടുത്തു. പിന്നെ കുറച്ച് ഇതിനാവശ്യമായ കല്ലുപ്പും എടുത്തു. ഇത് ഞാനൊരു ജാറിലേക്ക് ഇടുക. ഈ കല്ലുപ്പും ഈ ഇതും കൂടി ഇട്ടിട്ട് ഇത് ഒരു ദിവസമൊക്കെ വെക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ നാളത്തേക്കൊന്നും ഇത് വെക്കാൻ പറ്റത്തില്ല, കാരണം പച്ചത്തൈരാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയൊന്ന് അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ഞാൻ വെള്ളം തൊടാതെ, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം ഇനിയിപ്പോൾ നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളത് മതി. അപ്പോൾ ഞാനിത് അരച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഉള്ളിയും കൂടി അതിനകത്തോട്ടിട്ടൊന്ന് അരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പതുക്കെ ചതച്ചിഞ്ഞെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാനിങ്ങനെ അരച്ചെടുത്ത് അത് ചുമന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2-3 പഴുത്ത കാന്താരിയുണ്ട്. പക്ഷേ ഈ കാന്താരിക്കൊന്നും അത്ര വലിയ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പഴുത്ത കാന്താരിയും കൂടി ചേർത്തത്. ഇതിനകത്തോട്ട് ഇതിന് ന്യായമായ പുളി, ഇത് ഞാൻ പാലിലെ വെള്ളം വറ്റിച്ചെടുത്ത് തൈരാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് പുളിയുള്ള കറികൾ മാങ്ങായും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തൈരിന് ഇവിടെ വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് വേണം ഇതിൻ്റെ ഉള്ളിയൊക്കെ നന്ന പോയിട്ട് ചതഞ്ഞിരുന്നാൽ മതി. പഞ്ഞി പോലെ അങ്ങോട്ട് വെന്തിരിക്കണ്ട. ഇത് അടിപൊളിയായിട്ട് ഞാനിത് അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയില്ല. ഉപ്പ് ഇച്ചിരി കൂടെ വേണം. ശകലം തൈര് കൂടി നല്ലതാണ്. ഇച്ചിരി തൈര് കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള സൂത്രപ്പണിയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. നല്ല ദാഹം. അപ്പോൾ ഈ തൈര് ഒഴിച്ച് തണുത്ത വെള്ളവും ചേർത്ത് നല്ല പച്ചവെള്ളവും എടുത്തു. അതിൻ്റെ കൂടെ ഇച്ചിരി ഐസ് വാട്ടറും എടുത്തു. ഇപ്പം നല്ല സൂപ്പറായിട്ട് ഇത് കുടിച്ചാൽ ഇതിനകത്തോട്ട് ഇച്ചിരി ഉള്ളിയൊക്കെ ആദ്യം ചെന്തിയിട്ടാൽ നല്ലതാണ്. പക്ഷേ ഞാനിച്ചിരി കരിയാപ്പില തിരുമി അതിനകത്തോട്ട് ഇട്ടിട്ട് ഇപ്പം തന്നെ ഞാനിതൊന്ന് കഴിക്കട്ടെ. എനിക്കുണ്ട് നല്ല ദാഹം. നമ്മുടെ ഇപ്പോഴത്തെ ഇതങ്ങ് തിരുമി, ഈ കരിയാപ്പില തിരുമി ഇതിനകത്തോട്ട് ഇടണം. അങ്ങനെ മുളകും ഒക്കെ ഇട്ട് കുടിക്കുക. പക്ഷേ അത് എന്നാലും നമ്മൾ പതുക്കെ കുടിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഭയങ്കര ദാഹം ആയതുകൊണ്ടിട്ടാണ്. ദാഹത്തിന് പറ്റിയ വെള്ളമാണ് മോരും വെള്ളം. കണ്ടാൽ കുടിക്കാൻ തോന്നുന്നില്ല. ഓക്കെ, അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഞാൻ 2 കരിയാപ്പില, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 കരിയാപ്പില കടുക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങ് പൊട്ടട്ടെ.
ഇതാണ് നമ്മുടെ തൈരൊഴിച്ച കാന്താരി ചമ്മന്തി. പിന്നെ ഇത് കഴിക്കുന്ന സാധനം ഞാൻ വെന്തു ആവി പോയില്ല, കുക്കർ തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് കഴിക്കുന്ന ഇതെന്തിട്ടിട്ടാണ് കഴിക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഈ കറിക്ക് പറ്റിയ സാധനം. ഇതെന്നാണെന്നറിയാമോ? കാച്ചിൽ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും ഒക്കെയാണ്. ഈ കാന്താരിമുളകൊക്കെ ഇതിങ്ങനെ ഞങ്ങൾ, ഇത് കാച്ചിൽ, ഇത് ചേമ്പ് ഒക്കെയാണിത്. ഇതിങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് ചേമ്പും കാച്ചിലൊക്കെ ഒന്നിച്ച് ഞങ്ങൾ പുഴുങ്ങും. ഉണ്ടോ? ഇതിങ്ങനെ പുഴുങ്ങി എടുത്തിട്ട് ഇതിങ്ങനെ മൂടി വെക്കും, ചൂടാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മൂടി വെക്കും. എന്ന് വെച്ചിട്ട് ഈ തൈര് ഇത് കുറച്ച് ഞങ്ങൾ ഇതിൻ്റെ അരികിലേക്ക് വെച്ചിട്ട് തൊട്ട് അതായത് കാച്ചിലും കഷ്ണം തൊട്ട് ഞങ്ങളൊരു കഴിക്കലുണ്ട്. കഴിക്കുള്ളൂ. എത്ര കൂട്ടിയാലും മതി വരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി എടുക്കും, കഴിക്കും. അപ്പോൾ ഇതാണ് ഈ കറിക്ക് പറ്റിയ സാധനം. പിന്നെ ചോറിൻ്റെ അരിയിൽ വെക്കാൻ സൂപ്പറാണ്, ചോറിനും കൂട്ടാൻ കൊള്ളും. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നൊരിക്കലും കമൻസിന് ലൈക്കും ഒക്കെ തന്ന് എന്നെ സഹായിക്കുക. ട്രൈ ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഇനി ഇച്ചിരി മത്തിക്കറി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ അതേലും ഒന്ന് തൊടാം. മത്തിക്കറിയാണ്, ഇന്നലെ കറി വെച്ചതാണ്. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണ്. അപ്പോൾ അതും കൂടി വെച്ച് ഇന്നത്തെ പ്രാതൽ ഇതാണ്. ഇനി ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ചോറ് വേണ്ട, ഇത് മതി. ഓക്കെ, ബൈ.